സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രമേയം ഒരൊറ്റ വാക്കിൽ ഒതുക്കാം. ഇന്ത്യ മുന്നേ കണ്ടു, നേറ്റോയും അതേ വഴി. വർഷങ്ങളോളം ലോകത്തിലെ വലിയ വ്യോമസേനകൾ വിശ്വസിച്ചിരുന്നത് ഭീമാകാരമായ അവാക്സ് വിമാനങ്ങളിലായിരുന്നു. മുകളിൽ വലിയൊരു റഡാർ ഡോമും അകത്ത് വലിയൊരു നിയന്ത്രണ സംഘവുമൊക്കെ ആയിട്ട് ആകാശത്ത് പറക്കുന്ന ഒരു ഫ്ലൈയിങ് കമാൻഡ് സെൻറ്റർ. ഇതായിരുന്നു അവരുടെ സങ്കല്പം. എന്നാൽ ഇന്ന് ആ ചിന്താഗതി പാടെ മാറുകയാണ്. നേറ്റോ സഖ്യം തങ്ങളുടെ പഴയ അമേരിക്കൻ ബോയിങ് E-3 സെൻട്രി അവാക്സ് വിമാനങ്ങൾക്ക് പകരം സ്വീഡിഷ് കമ്പനിയായ സാബിൻ്റെ ഗ്ലോബൽ ഐ പോലെയുള്ള ചെറിയതും സ്മാർട്ടുമായ യൂറോപ്യൻ AWNC പ്ലാറ്റ്ഫോമുകൾ പരിഗണിക്കുകയാണ്. ഫ്രാൻസ് ഇതിനകം തന്നെ ഗ്ലോബൽ ഐ തങ്ങളുടെ അടുത്ത തലമുറ നിരീക്ഷണ വിമാനമായി തിരഞ്ഞെടുക്കും എന്ന സൂചനയും നൽകി കഴിഞ്ഞു. ഇവിടെയാണ് ഭാരതത്തിൻ്റെ ദീർഘവീക്ഷണം പ്രസക്തമാകുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സൈനിക സഖ്യമായ നാറ്റോ ഇന്ന് ചിന്തിക്കുന്ന കാര്യം ഇന്ത്യ വളരെ മുന്നേ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. വലിയ വിദേശ അവാക്സുകളെ മാത്രം ആശ്രയിക്കാതെ DRDO തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച നേത്ര മാർക്ക് 1, ഇനി വരാനിരിക്കുന്ന നേത്ര മാർക്ക് 1A, എയർബസ് A321 അടിസ്ഥാനമാക്കിയിട്ടുള്ള നേത്ര മാർക്ക് 2 പോലെയുള്ള നാരോ ബോഡി പ്ലാറ്റ്ഫോമുകളിലേക്ക് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇന്ത്യയുടെ ഫോക്കസ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ പ്രധാന ചോദ്യം ഇതാണ്: ലോകം ഇന്ന് പിന്തുടരുന്ന ഇന്ത്യയുടെ ഈ നേത്ര തീരുമാനം എത്രത്തോളം ശരിയായിരുന്നു? എന്തുകൊണ്ടാണ് ആഗോള വ്യോമയുദ്ധ തന്ത്രങ്ങളിൽ ഇത്തരമൊരു മാറ്റം വരുന്നത്? നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. സുഹൃത്തുക്കളെ, നമസ്കാരം. രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. ആദ്യം അവാക്സ് അല്ലെങ്കിൽ AWNC എന്താണെന്ന് ലളിതമായിട്ട് മനസ്സിലാക്കാം. ഇത് വെറുമൊരു റഡാർ ഘടിപ്പിച്ച വിമാനം മാത്രമല്ല, ഇത് ആകാശത്തെ യുദ്ധത്തിൻ്റെ യഥാർത്ഥ കൺട്രോൾ റൂമാണ്. ശത്രുവിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ എവിടെയാണ്, സ്വന്തം യുദ്ധവിമാനങ്ങൾ എങ്ങോട്ട് നീങ്ങണം, ശത്രുവിൻ്റെ ക്രൂസ് മിസൈലുകളോ ഡ്രോൺ കൂട്ടങ്ങളോ ഏത് ദിശയിൽ നിന്നാണ് വരുന്നത്, ഏത് എയർ ഡിഫൻസ് സിസ്റ്റം ഏത് ലക്ഷ്യത്തെ തകർക്കണം, ഇതെല്ലാം തത്സമയം ഏകോപിപ്പിക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഇത്. ഭൂമിയിലുള്ള ഗ്രൗണ്ട് റഡാറുകൾക്ക് വലിയ പരിമിതികളുണ്ട്. ഭൂമിയുടെ വളവ്, മലനിരകൾ, ഇതെല്ലാം കാരണം താഴ്ന്നു പറക്കുന്ന ഡ്രോണുകളെയോ ക്രൂസ് മിസൈലുകളെയോ അവയ്ക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. ഇതിനെ റഡാർ ഷാഡോ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഈ റഡാർ സംവിധാനം ആകാശത്തേക്ക് ഉയരുമ്പോൾ ചിത്രം പൂർണ്ണമായിട്ട് മാറും. ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ കൂടുതൽ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ കണ്ടെത്താനും താഴ്ന്നു പറക്കുന്ന ഭീഷണികളെ നേരത്തെ തന്നെ പിടികൂടാനും സാധിക്കും. അതുകൊണ്ടാണ് അവാക്സിനെ ഒരു വ്യോമസേനയുടെ കണ്ണും തലച്ചോറും എന്ന് വിളിക്കുന്നത്. പക്ഷേ പഴയ രീതിയിലുള്ള ഭീമൻ അവാക്സ് വിമാനങ്ങൾക്ക് ഇന്ന് വലിയൊരു പ്രശ്നമുണ്ട്. അവ അതീവ ശക്തമാണ്, പക്ഷേ അത്ര തന്നെ ചിലവേറിയതുമാണ്. അവ വളരെയധികം ഉപയോഗപ്രദമാണ്, പക്ഷേ ഇന്നത്തെ കാലത്ത് ശത്രുക്കൾക്ക് എളുപ്പത്തിൽ തകർക്കാവുന്നതുമാണ്. വലിയ വിമാനമായതുകൊണ്ട് ശത്രുവിൻ്റെ റഡാറുകളിൽ ഇത് പെട്ടെന്ന് പതിയും. ദീർഘദൂര മിസൈലുകൾ, സ്റ്റെൽത്ത് വിമാനങ്ങൾ, ഇലക്ട്രോണിക് യുദ്ധമുറകൾ, സാറ്റലൈറ്റ് നിരീക്ഷണം, ഇതെല്ലാമുള്ള ഇന്നത്തെ ആധുനിക യുദ്ധക്കളത്തിൽ ഒരു ഭീമൻ അവാക്സ് വിമാനത്തെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് വലിയ അപകടമാണ്. മുന്നിലേക്ക് കൊണ്ടുവന്നാൽ അത് തകർക്കപ്പെടാം. എന്നാൽ ഭയന്ന് പിന്നിലേക്ക് മാറിയാലോ നിരീക്ഷണ പരിധി കുറയും. ഇവിടെയാണ് പുതിയ തന്ത്രത്തിൻ്റെ തുടക്കം. ഒരൊറ്റ വലിയ കണ്ണിന് പകരം പല സ്മാർട്ട് കണ്ണുകൾ ആകാശത്ത് വിന്യസിക്കുക. നാറ്റോ ഇപ്പോൾ സാബ് ഗ്ലോബൽ ഐ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് നോക്കുന്നതും ഇതുകൊണ്ടാണ്. ഗ്ലോബൽ ഐ ഒരു വലിയ മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനമൊന്നുമല്ല. ബൊംബാർഡിയർ ഗ്ലോബൽ 6000 എന്ന ചെറിയ ബിസിനസ് ജെറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്ലാറ്റ്ഫോമാണിത്. ഇതിന് 50,000 അടി വരെ ഉയരത്തിൽ പറക്കാൻ സാധിക്കും. സാധാരണ അവാക്സ് വിമാനങ്ങൾ 30,000 മുതൽ 35,000 അടി വരെ ഉയരത്തിൽ പറക്കുമ്പോൾ ഗ്ലോബൽ ഐക്ക് ഇത്രയും ഉയർന്ന എയർ സ്പേസ് ഉപയോഗിക്കാൻ കഴിയുന്നത് വലിയൊരു നേട്ടമാണ്. അതുപോലെ 11 മണിക്കൂർ തുടർച്ചയായിട്ട് പറക്കാനുള്ള ശേഷിയും ഇതിനുണ്ട്. വിമാനത്തിൻ്റെ ഇരുവശങ്ങളിലേക്കുമായിട്ട് മൊത്തം 300 ഡിഗ്രി ഏരിയ സ്കാൻ ചെയ്യാനായിട്ട് ഇതിന് സാധിക്കും. ഇതിൻ്റെ പരമാവധി ടാർഗറ്റ് ട്രാക്കിംഗ് പരിധി 650 കിലോമീറ്റർ ആണ്. 35,000 അടി ഉയരത്തിൽ നിന്ന് സ്കാൻ ചെയ്യുമ്പോൾ 550 കിലോമീറ്റർ ദൂരെയുള്ള ശത്രു ഫൈറ്റർ ജെറ്റിനെ ഇതിന് കണ്ടെത്താം. ഒരേ സമയം 1000-ഓളം ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാനും മിസൈലുകളെ ലക്ഷ്യത്തിലേക്ക് നയിക്കാനുമുള്ള കൃത്യതയും ഇതിനുണ്ട്. വെറും 200 അടി ഉയരത്തിൽ പറക്കുന്ന ഡ്രോണുകളെയോ ക്രൂസ് മിസൈലുകളെ പോലും 458 കിലോമീറ്റർ ദൂരെ വെച്ച് തന്നെ കണ്ടെത്താനും ഇതിന് സാധിക്കും. കൂടാതെ ഇതൊരു മൾട്ടി റോൾ അവാക്സ് ആണ്. ആകാശത്തെ ശത്രുക്കളെ മാത്രമല്ല, കടലിലെയും കരയിലെയും ലക്ഷ്യങ്ങളെ ഒരേ സമയം നിരീക്ഷിക്കാനും ഇതിന് കഴിയും. ഇനി നമുക്ക് ഭാരതത്തിൻ്റെ സാഹചര്യത്തിലേക്ക് വരാം.
ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ ഒന്നാണ്. പടിഞ്ഞാറ് പാകിസ്ഥാൻ, വടക്ക് ചൈന. ഒരു ഭാഗത്ത് മരുഭൂമിയാണെങ്കിൽ മറുഭാഗത്ത് കൂറ്റൻ ഹിമാലയൻ മലനിരകൾ, തെക്ക് ഭാഗത്തേക്കോ വിശാലമായ സമുദ്രം. ഇത്രയും വ്യത്യസ്തമായ യുദ്ധമുഖങ്ങളുള്ള ഒരു രാജ്യത്തിന് ഗ്രൗണ്ട് റഡാറുകൾ മാത്രം തികയില്ല. ഹിമാലയൻ മലനിരകൾ വലിയ രീതിയിൽ റഡാർ ഷാഡോകൾ ഉണ്ടാക്കും. മലകൾക്കിടയിലൂടെ താഴ്ന്നു വരുന്ന ശത്രു വിമാനങ്ങളെയോ മിസൈലുകളെയോ ഗ്രൗണ്ട് റഡാറുകൾക്ക് നേരത്തെ കൂട്ടി കാണാനും സാധിക്കില്ല. പടിഞ്ഞാറൻ അതിർത്തിയിൽ ഡ്രോണുകളുടെയും ക്രൂസ് മിസൈലുകളുടെയും ഭീഷണിയുണ്ട്. കടലിൽ ചൈനയുടെ സാന്നിധ്യവും കൂടുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്ക് എയർബോൺ ഏർലി വാർണിംഗ് എന്നുള്ളത് ഒരു ആഡംബരമല്ല, അത് രാജ്യസുരക്ഷയുടെ ഏറ്റവും വലിയ അനിവാര്യതയാണ്. ഇവിടെയാണ് നമ്മുടെ നേത്രയുടെ പ്രസക്തി. നാറ്റോ ഇന്ന് ചിന്തിക്കുന്ന ഈ പുതിയ യുദ്ധതന്ത്രം ഇന്ത്യ മുൻകൂട്ടി തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നേത്ര. DRDO വികസിപ്പിച്ച നേത്ര മാർക്ക് 1 എംബ്രയർ EMB 145 വിമാനത്തിൽ ഘടിപ്പിച്ച തദ്ദേശീയ AEW&C സിസ്റ്റമാണ്. ഇതിൽ ഇന്ത്യൻ നിർമ്മിത ESA റഡാർ, മിഷൻ കമ്പ്യൂട്ടർ, ഡേറ്റ ലിങ്ക്, IFF, ഇലക്ട്രോണിക് സപ്പോർട്ട് മെഷേഴ്സ്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം ഇന്ത്യ സ്വന്തമായിട്ട് സമന്വയിപ്പിച്ചിട്ടുണ്ട്. നേത്ര ഇന്ത്യയുടെ സ്വന്തം സിസ്റ്റമാണ്. ഇന്ത്യക്ക് സ്വന്തം ആവശ്യമനുസരിച്ച് റഡാർ മോഡുകൾ അപ്ഡേറ്റ് ചെയ്യാം. ഇന്ത്യൻ ഫൈറ്റർ ജെറ്റുകളുടെയും മിസൈലുകളുമായിട്ടും നമ്മുടെ സ്വന്തം കമാൻഡ് നെറ്റ്വർക്കുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കാൻ സാധിക്കും. ഇതാണ് നേത്രയുടെ യഥാർത്ഥ ശക്തി. നേത്രയുടെ സ്കാനിങ് ആംഗിൾ 240 ഡിഗ്രിയാണ്. ടാർഗറ്റ് ട്രാക്കിംഗ് പരിധി ഏകദേശം 500 കിലോമീറ്റർ ആണ്. ഇതിൻ്റെ ഫ്ലൈയിങ് ടൈം 5 മുതൽ 6 മണിക്കൂർ വരെ മാത്രമാണെങ്കിലും ഇന്ത്യ ഇതിൽ എയർ ടു എയർ റീഫില്ലിംഗ് സംവിധാനം ചേർത്തതിലൂടെ ഫ്ലൈയിങ് ടൈം 12 മുതൽ 13 മണിക്കൂർ വരെയായിട്ട് വർദ്ധിപ്പിക്കാനും സാധിക്കും. ഗ്ലോബൽ ഐയെ അപേക്ഷിച്ച് നേത്ര ചെറുതാണെങ്കിലും ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ചെലവും വളരെ കുറവാണ്. ഇനി വരുന്നത് നേത്ര മാർക്ക് 1A ആണ്. ഇത് നിലവിലെ നേത്രയുടെ അപ്ഗ്രേഡ് ചെയ്ത പതിപ്പായിരിക്കും. മികച്ച റഡാർ, കൂടുതൽ കരുത്തുറ്റ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ, മികച്ച ഡ്രോൺ ഡിറ്റക്ഷൻ എന്നിവയെല്ലാം ഇതിലുണ്ടാവും. ഇതിനേക്കാളും വലിയൊരു മുന്നേറ്റമായിരിക്കും നേത്ര മാർക്ക് 2. ഇത് എയർബസ് A321 പ്ലാറ്റ്ഫോം അടിസ്ഥാനമാക്കിയാണ് വരുന്നത്. എംബ്രയറിനേക്കാളും വലിയ വിമാനമായതുകൊണ്ട് കൂടുതൽ സ്പേസ്, കൂടുതൽ പവർ, കൂടുതൽ കൂളിംഗ്, മികച്ച റൺ ടൈം, കൂടുതൽ ശക്തമായ റഡാർ എന്നിവയും ഇതിൽ ലഭിക്കും. റിപ്പോർട്ടുകൾ പ്രകാരം നേത്ര മാർക്ക് 2-ൽ 300 ഡിഗ്രി കവറേജും 500 കിലോമീറ്ററിന് മുകളിലുള്ള ലക്ഷ്യങ്ങളെ കണ്ടെത്താനുള്ള ശേഷിയും ഉണ്ടാവും. ഇത് ഇന്ത്യക്ക് വലിയൊരു മാറ്റമാകും. കാരണം നേത്ര മാർക്ക് 2 വരുന്നതോടെ ഇന്ത്യക്ക് മീഡിയം ക്ലാസ് തദ്ദേശീയ AEW&C പ്ലാറ്റ്ഫോമുകൾ വലിയ എണ്ണത്തിൽ നിർമ്മിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇന്ത്യക്ക് സാങ്കേതികവിദ്യ മാത്രം പോരാ, കൃത്യമായ എണ്ണവും വേണം. നിലവിലെ കണക്കുകൾ പ്രകാരം ചൈനയ്ക്ക് ഏകദേശം 75 മുതൽ 80-ലധികം അവാക്സ് പ്ലാറ്റ്ഫോമുകളുണ്ട്. പാകിസ്ഥാന് ഏകദേശം 11 മുതൽ 13 വരെ ഉണ്ടെന്നാണ് കണക്ക്. എന്നാൽ ഇന്ത്യക്ക് ഇപ്പോൾ പ്രധാനമായിട്ടും 6 എയർബോൺ ഏർലി വാർണിംഗ് പ്ലാറ്റ്ഫോമുകൾ മാത്രമാണുള്ളത്. 3 നേത്രയും 3 ഫാൽക്കണും. 2 അതിർത്തികളിൽ നിന്നും ഒരേ സമയം ഭീഷണിയുള്ള ഇന്ത്യ പോലെയൊരു വലിയ രാജ്യത്തിന് ഈ എണ്ണം ഒട്ടും തികയില്ല. അതുകൊണ്ട് തന്നെ നേത്രയുടെ വിപുലീകരണം ഒരു ഓപ്ഷനല്ല, അതൊരു അടിയന്തര ആവശ്യമാണ്. വലിയ അവാക്സുകൾക്ക് ഇപ്പോഴും അതിൻ്റേതായിട്ടുള്ള മൂല്യമുണ്ട്. കൂടുതൽ ക്രൂ അംഗങ്ങൾ, കൂടുതൽ കൺസോളുകൾ, കൂടുതൽ സമയം വായുവിൽ തുടരാനുള്ള ശേഷി, 360 ഡിഗ്രി മുഴുവൻ കവർ ചെയ്യാനുള്ള റഡാറുകൾ, ഇതെല്ലാം വലിയ പ്ലാറ്റ്ഫോമുകളുടെ കരുത്താണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പോലൊരു വലിയ രാജ്യത്തിന് ഏറ്റവും അനുയോജ്യം പല ക്ലാസ്സുകളും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലീറ്റാണ്. ഭാവിയിൽ വലിയ വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള അവാക്സ് മാർക്ക് 3 പോലെയുള്ള പ്രോഗ്രാമുകളും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇതെല്ലാം നമ്മുടെ ഗ്രൗണ്ട് റഡാറുകളുമായും ഫൈറ്റർ ജെറ്റുകളുമായും സാറ്റലൈറ്റുകളുമായും നാവികസേനയുടെ കപ്പലുകളുമായും ഒക്കെ സംയോജിപ്പിക്കണം. സുഹൃത്തുക്കളെ, ഉപസംഹാരത്തിലേക്ക് വരുമ്പോൾ നേറ്റോ സഖ്യം വലിയ വിമാനങ്ങൾ ഉപേക്ഷിച്ച് ഗ്ലോബൽ ഐയിലേക്ക് നീങ്ങുന്നത് വെറും ഒരു പർച്ചേസിംഗ് പ്രോസസ്സ് മാത്രമല്ല, അത് ആഗോളതലത്തിലുള്ള വലിയൊരു യുദ്ധതന്ത്രപരമായ മാറ്റമാണ്. വലിപ്പം മാത്രം നോക്കി ശക്തി അളക്കുന്ന കാലം കഴിഞ്ഞു. സെൻസർ ക്വാളിറ്റി, ഡാറ്റ ഫ്യൂഷൻ, നെറ്റ്വർക്കിംഗ്, അതിജീവന ശേഷി, കുറഞ്ഞ ചെലവ്, തദ്ദേശീയമായ നിയന്ത്രണം, ഇതിനെല്ലാമാണ് ഇനി പ്രാധാന്യം. ഈ മാറ്റങ്ങളെല്ലാം ഇന്ത്യ വളരെ നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നു. നേറ്റോയും ഇപ്പോഴതേ വഴിയിലാണ്. നേത്ര മാർക്ക് 1 വഴി നമ്മൾ നമ്മുടെ തദ്ദേശീയ ശേഷി തെളിയിച്ചു. നേത്ര മാർക്ക് 1A അത് കൂടുതൽ മെച്ചപ്പെടുത്തും. നേത്ര മാർക്ക് 2 ഇന്ത്യയെ അടുത്ത തലത്തിലേക്കും കൊണ്ടുപോകും. ഇനി ഇന്ത്യ ചെയ്യേണ്ടത് ഒന്നേ ഒന്ന് മാത്രം, ഈ പദ്ധതികളുടെ വേഗത കൂട്ടുക.
നമ്മുടെ നേത്ര ഫ്ലീറ്റ് വേഗത്തിൽ വർദ്ധിപ്പിക്കണം. നേത്ര മാർക്ക് 2 പദ്ധതി ഒട്ടും വൈകരുത്. കാരണം ഭാവിയിലെ യുദ്ധത്തിൽ ആദ്യം കാണുന്നവനാണ് ആദ്യം തീരുമാനിക്കുന്നത്. ആദ്യം തീരുമാനിക്കുന്നവനാണ് ആദ്യം പ്രഹരിക്കുന്നത്. പലപ്പോഴും ആദ്യം കൃത്യമായിട്ട് പ്രഹരിക്കുന്നവൻ തന്നെയാണ് യുദ്ധത്തിൽ വിജയിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ വിഷയത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ പ്രതിരോധ ഭൗമരാഷ്ട്രീയ വിശകലനങ്ങൾക്കായിട്ട് ഈ ചാനലുമായിട്ട് എപ്പോഴും ചേർന്ന് നിൽക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. ഭാരത് മാതാ കി ജയ്.